എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ ചാനൽ കഥകളുടെ ഒരു ലോകമാണ്. കണ്ടതും കേട്ടതും അറിഞ്ഞതും അനുഭവിച്ചതുമായ ജീവിതങ്ങളെക്കുറിച്ചാണ് ഇതിൽ ഞാൻ കഥയായി പറയുന്നത്. എൻ്റെ ഈ കഥ സ്കിപ്പ് ചെയ്യാതെ കേൾക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് കഥ ആരംഭിക്കാം. ആദ്യ രാത്രി വിറച്ചാണ് ശ്യാമ മനോഷിൻ്റെ മുറിയിലേക്ക് കയറി ചെന്നത്. അവളുടെ വരവ് കാത്ത് അവിടെ അക്ഷമയോടെ കാത്തിരിക്കുകയായിരുന്നു മനോഷ്. അവനിത് ലോട്ടറി അടിച്ചതുപോലെയുള്ള ഒരു ബന്ധമായിരുന്നു. ജാതകദോഷത്തിൻ്റെ പേരിൽ 28 വയസ്സ് കഴിഞ്ഞിട്ടും വിവാഹം നടക്കാതെ വീട്ടിൽ തന്നെ നിൽക്കുകയായിരുന്നു ശ്യാമ. അവളുടെ വിവാഹം നടക്കാതെ നിൽക്കുന്നത് കാരണം അവളുടെ താഴെയുള്ള അനിയത്തിമാർക്കും വിവാഹപ്രായം എത്തിയിട്ട് വിവാഹം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അവർക്ക് നല്ല നല്ല ആലോചനകൾ വരുന്നുണ്ടായിരുന്നു. പക്ഷേ ശ്യാമ വിവാഹം നടക്കാതെ അങ്ങനെ നിൽക്കുന്നത് കൊണ്ട് അതെല്ലാം മുടങ്ങുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബ്രോക്കർ വഴി മനോഷിൻ്റെ ആലോചന ശ്യാമയ്ക്ക് വരുന്നത്. അവനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവളുടെ വീട്ടുകാർ അറിയാൻ കഴിഞ്ഞത് അത്ര നല്ല കാര്യങ്ങളൊന്നും ആയിരുന്നില്ല. അച്ഛൻ്റെയും അമ്മയുടെയും ഏക മകനാണ് മനോഷ്. സാമ്പത്തികമായി നല്ല സ്ഥിതിയിലായതിനാൽ മനോഷ് ജോലിക്കൊന്നും പോകാതെ അച്ഛൻ്റെയും അമ്മയുടെയും ചിലവിലങ്ങനെ കഴിഞ്ഞുകൂടി. മകൻ ജോലിക്കൊന്നും പോകാതെ തങ്ങളുടെ ചിലവിൽ ഉണ്ടുറങ്ങി ജീവിക്കുന്നത് അവൻ്റെ അച്ഛനും അമ്മയ്ക്കും എന്നും ഒരു തലവേദന തന്നെയായിരുന്നു. ഒരു ജോലിക്കും പോകാതെ മടിയനായ ഒരു ചെറുപ്പക്കാരൻ. അതിനാൽ മനോഷിന് ആരും പെണ്ണു കൊടുത്തിരുന്നില്ല. അങ്ങനെ അവന് 38 വയസ്സായിരിക്കുന്നു. ജാതകം ചേർന്നതിനാൽ പയ്യന് ജോലിയില്ലെങ്കിലും പയ്യൻ്റെ അച്ഛനും അമ്മയ്ക്കും ജോലിയും വരുമാനവും ഉണ്ടല്ലോ എന്ന് കരുതി ശ്യാമയുടെ വീട്ടുകാർ ഭാരം ഒഴിവാക്കാൻ വേണ്ടി അവളെ അവന് വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. കറുകറ കറുത്തിരിക്കുന്ന മനോഷിന് നല്ല വെളുത്ത് ചെന്തുണ്ടിപ്പഴം പോലെ ഇരിക്കുന്ന ശ്യാമയെ കിട്ടിയത് അവൻ്റെ മഹാഭാഗ്യം തന്നെയായിരുന്നു. മനോഷ് ജോലിക്ക് പോകാത്തത് കൊണ്ട് തന്നെ ശ്യാമയ്ക്ക് അവനുമായുള്ള വിവാഹത്തിന് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എത്ര നാൾ അമ്മായിയപ്പൻ്റെയും അമ്മായിയമ്മയുടെയും ചിലവിലിങ്ങനെ ജീവിക്കും? പക്ഷേ അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും നിർബന്ധത്തിന് വഴങ്ങി അവൾക്ക് ആ വിവാഹത്തിന് സമ്മതിക്കേണ്ടതായി വന്നു. ആദ്യ രാത്രി പാൽ ഗ്ലാസ് എടുത്ത് ശ്യാമയുടെ കയ്യിൽ കൊടുക്കുമ്പോൾ അമ്മായിയമ്മ കൊടുത്ത ഉപദേശം ഇങ്ങനെയായിരുന്നു: മോളെ, എങ്ങനെയെങ്കിലും മോൾ അവനെ മാറ്റിയെടുക്കണം. മോള് വിചാരിച്ചാൽ അത് നടക്കും, അമ്മായിയമ്മ പറഞ്ഞു. അമ്മയുടെ ഉപദേശം കേട്ട് പേടിച്ചാണ് അവൾ മുറിയിലെത്തിയത്. താൻ പറഞ്ഞാൽ മനോഷേട്ടൻ കേൾക്കുമോ എന്നൊക്കെയാണ് അവൾ ചിന്തിച്ചത്. ഇതെന്താ ശ്യാമേ ഇത്ര വൈകിയത്? ഞാൻ എത്ര നേരമായി നിന്നെയും കാത്ത് ഇവിടെ ഇരിക്കുന്നതെന്നറിയാമോ? അവൻ അത് ചോദിച്ചുകൊണ്ട് എഴുന്നേറ്റ് എന്ന് അവളുടെ അടുത്തേക്ക് വന്നു. ശ്യാമ പിന്നിലേക്ക് ചുവടുവെച്ചു. മനോഷ് അവളെ ഒന്ന് നോക്കിയിട്ട് ഓടിപ്പോയി വാതിലടച്ചു. ശേഷം അവൻ അവളുടെ അടുത്തേക്ക് വന്നു. മനോഷ് തൊട്ടു മുമ്പിൽ വന്നതും ശ്യാമ തൻ്റെ കയ്യിലിരുന്ന പാൽ അവന് നേരെ നീട്ടി. മനോഷ് പാല് വാങ്ങി ഒറ്റ വീപ്പിന് പാല് മുഴുവൻ കുടിച്ചു. അവൻ്റെ ആ പ്രവർത്തികൾ ഒരു ഉൾപ്പേടിയോടെയാണ് ശ്യാമ നോക്കി നിന്നത്. ശ്യാമയ്ക്ക് എന്നെ പേടിയാണോ? അവളുടെ ആ നിൽപ്പും ഭാവവും കണ്ട് മനോഷ് ചോദിച്ചു. അവളൊന്ന് മൂളി. ഇയാളെന്തിനാ എന്നെ പേടിക്കുന്നത്? ഞാൻ നിന്റെ കണവനല്ലേ? അധികാരത്തോടെ അത് പറഞ്ഞുകൊണ്ട് മനോഷ് ശ്യാമയെ പൂണ്ടടക്കം കെട്ടിപ്പിടിച്ചു. അവളുടെ മുഖത്തും കഴുത്തിലും തെരുതെരെ ചുംബിക്കുവാൻ തുടങ്ങി. അവളുടെ അനുവാദമില്ലാതെ അവൻ്റെ കൈകൾ ശ്യാമയുടെ ശരീരത്തിലൂടെ ഇഴഞ്ഞു നടന്നു. അവളുടെ ശരീരത്തിൻ്റെ മൃദുലതകളിൽ അവൻ കൈയമർത്തി. ആദ്യമായി ഒരു പെണ്ണിനെ അടുത്ത് കിട്ടിയപ്പോൾ എന്ത് ചെയ്യണമെന്നോ എവിടുന്ന് തുടങ്ങണമെന്നോ മനോഷിന് അറിയില്ലായിരുന്നു. കേട്ടറിവ് വെച്ച് എന്തൊക്കെയോ അവൻ അവളെ ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. അവൻ്റെ ആ ആവേശവും ആക്രാന്തവും അവളെ ഭയപ്പെടുത്തി. എന്നെ ഒന്നും ചെയ്യരുത്, എനിക്ക് നിങ്ങളെ പേടിയാ. സർവശക്തിയും സംഭരിച്ച് അവൾ അവനെ തള്ളി മാറ്റി. ശ്യാമേ, ഞാൻ നിന്റെ ഭർത്താവാണ്. നിന്നിൽ എനിക്കിപ്പോൾ പൂർണ്ണ അവകാശവുമുണ്ട്. പിന്നെ എന്തിനാണ് നീ എന്നെ ഇങ്ങനെ തള്ളി മാറ്റുന്നത്? എന്തിനാണ് നീ എന്നെ ഇങ്ങനെ പേടിക്കുന്നത്? ഞാൻ നിന്റെ ഭർത്താവാണെന്ന് മറന്നു പോകരുത്. ഈ ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ എത്ര നാളായി കാത്തിരിക്കുന്നു എന്ന് നിനക്കറിയാമോ? അവളുടെ മുഖത്തെ പേടി കണ്ട് മനോഷിന് ദേഷ്യം വന്നു. ഭർത്താവാണെന്ന് കരുതി എൻ്റെ അനുവാദമില്ലാതെ എന്നെ തൊടാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങളെ വിവാഹം കഴിക്കാൻ എനിക്ക് ഒരു താല്പര്യവും ഉണ്ടായിരുന്നതുമില്ല. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും നിർബന്ധത്തിന് വഴങ്ങിയാണ് എനിക്ക് ഈ വിവാഹത്തിന് സമ്മതിക്കേണ്ടി വന്നത് തന്നെ. ശ്യാമ വിഷമത്തോടെ പറഞ്ഞു നിർത്തി. ഞാൻ കറുത്തുപോയത് കൊണ്ടായിരിക്കും നിനക്കെന്നെ ഇഷ്ടമല്ലാത്തത് അല്ലേ? അതായിരിക്കും ഞാൻ തൊടുന്നത് നിനക്ക് ഇഷ്ടമാകാത്തത്.
ആത്മനിന്ദയോടെ മനോജ് പറഞ്ഞു. ഏയ്, അതുകൊണ്ടൊന്നും അല്ല. നിങ്ങൾ ഒരു ജോലിക്കും പോകാതെ അച്ഛനും അമ്മയും കഷ്ടപ്പെടുന്ന പണം തോന്നിയതുപോലെ ചിലവാക്കി ജീവിക്കുന്നത് കൊണ്ടാണ് എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ലാത്തത്. സ്വന്തമായി അധ്വാനിച്ച് എന്നെ പോറ്റാൻ കഴിയുമെങ്കിൽ മാത്രമേ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എല്ലാം സമർപ്പിക്കൂ. അധ്വാനിച്ചുണ്ടാക്കുന്ന പണം കൊണ്ട് ജീവിക്കുന്നതിൻ്റെ അന്തസ്സും അച്ഛൻ്റെയും അമ്മയുടെയും ചിലവിൽ ജീവിക്കുന്നതും രണ്ടും രണ്ടാണ്. നിങ്ങൾ മര്യാദയ്ക്ക് ജോലിക്ക് പോയി കുടുംബം നോക്കുകയാണെങ്കിൽ മാത്രം നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുകയുള്ളൂ. ശ്യാമയുടെ ആ വാക്കുകൾക്ക് വല്ലാത്ത മൂർച്ചയുണ്ടായിരുന്നു. അവളുടെ ആ വാക്കുകൾ കേട്ട് അന്തം വിട്ട് കുന്തം വിഴുങ്ങിയ പോലെ നിൽക്കുകയായിരുന്നു മനോജ്. ജോലിക്ക് പോകുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും അവന് കഴിയുമായിരുന്നില്ല. 38 വയസ്സുവരെ ഇതുവരെ ഒരു ജോലിക്കും അവൻ പോയിട്ടില്ല. പക്ഷേ ശ്യാമയെ പോലെ ഒരു കിടിലൻ പീസിനെ നഷ്ടപ്പെടുത്തരുത് എന്നവൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. കുറച്ചു ദിവസമൊക്കെ അവളുടെ തീരുമാനം മാറുമോ എന്നറിയാൻ വേണ്ടി അവൻ കാത്തിരുന്നു. പക്ഷേ രാത്രിയായാൽ ബെഡ്റൂമിൽ അവൾ അവനെ അവഗണിക്കുക തന്നെ ചെയ്തു. അവൾക്കും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ആവേശമുണ്ടായിരുന്നു. പലപ്പോഴും നിയന്ത്രണം കൈവിട്ടു പോകുമെന്ന് അവൾ വിചാരിച്ചു. തൊട്ടടുത്ത് നല്ല ആവി പറക്കുന്ന ചിക്കൻ ബിരിയാണി അടച്ചു വെച്ചേച്ച് പട്ടിണിയിരിക്കുക. എങ്കിലും മനോഷിൻ്റെ ഈ സ്വഭാവം മാറ്റാൻ ഇത്രയേ ഉള്ളൂ വഴി. തനിക്കൊന്ന് പാളിയാൽ തീർന്നു, ഈ ജന്മം മുഴുവൻ അനുഭവിക്കേണ്ടി വരും, അവൾ ഓർത്തു. ഒടുവിൽ വേറെ വഴിയില്ലാതെ മനോജ് ജോലിക്ക് പോകാൻ തുടങ്ങി. ശ്യാമയെ സ്വന്തമാക്കാൻ വേണ്ടിയാണ് ആദ്യം ജോലിക്ക് പോയി തുടങ്ങിയതെങ്കിലും സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കാൻ തുടങ്ങിയതിൻ്റെ സുഖം മെല്ലെ മെല്ലെ അവൻ അറിയാൻ തുടങ്ങി. സാധാരണ എന്താവശ്യമുണ്ടെങ്കിലും അച്ഛൻ്റെ അമ്മയുടെ മുമ്പിൽ കൈനീട്ടേണ്ട അവസ്ഥ പിന്നീട് ഉണ്ടാകാതിരുന്നപ്പോൾ ആദ്യമേ തന്നെ താൻ മടി മാറ്റിവെച്ച് ജോലിക്ക് പോകേണ്ടതായിരുന്നു എന്ന് അവൻ ചിന്തിച്ചു. അതുപോലെ കിട്ടുന്ന ശമ്പളത്തിൽ നിന്നും ഒരു ഭാഗം മാറ്റിവെക്കാനും അവൻ മറന്നില്ല. മനോഷിനുണ്ടായ ഈ മാറ്റം കണ്ട് ശ്യാമയ്ക്കും അവൻ്റെ വീട്ടുകാർക്കും ഒരുപാട് സന്തോഷമുണ്ടായി. അവനിൽ അവൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ടായി തുടങ്ങിയതും ശ്യാമ താൻ പോലും അറിയാതെ മനോഷിനെ സ്നേഹിച്ചു തുടങ്ങി. ഒരു രാത്രി എല്ലാ രീതിയിലും അവർ ഭാര്യ ഭർത്താക്കന്മാരായി മാറി. ശ്യാമ തൻ്റെ സ്വന്തമായിട്ടും മനോജ് തൻ്റെ ജോലി വിട്ടില്ല. പഴയതിനേക്കാൾ ഉത്സാഹത്തോടെ അവൻ ജോലിക്ക് പോയി തുടങ്ങി. അങ്ങനെ അവർക്കൊരു ആൺകുട്ടി ജനിച്ചു. മനോഷിൻ്റെ കൂട്ട് തന്നെയുള്ള ഒരു തക്കിടിമുണ്ടൻ ആൺകുട്ടി. പൈസയ്ക്കായി ആരെയും ആശ്രയിക്കാതെ അങ്ങനെ അവർ സന്തോഷത്തോടു കൂടി പിന്നീടുള്ള കാലം ജീവിക്കുകയും ചെയ്തു.